ആഗോളതലത്തിൽ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിച്ച് ഒരു പുതിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇസ്ലാമിക് നാറ്റോ എന്ന് വിശേഷിക്കപ്പെടുന്ന ത്രിരാഷ്ട്ര പ്രതിരോധ കരാർ. ഒരു ഭാഗത്ത് ഇസ്ലാമിക് ശക്തിയായ പാകിസ്ഥാൻ, മറ്റൊന്ന് തുർക്കിയും, മറുവശത്ത് കോടിക്കണക്കിന് സാമ്പത്തിക അടിത്തറയുള്ള സൗദിയും ഒപ്പുവെക്കാൻ പോകുന്നു എന്ന വാർത്തയാണ്. പ്രത്യേകിച്ച് മധ്യപൂർവ്വേഷ്യയിലും ദക്ഷിണേഷ്യയിലും വലിയ നയതന്ത്ര ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു നിർണായക കാര്യമാണിത്. നാറ്റോ സഖ്യത്തിന് സമാനമായ ഒരു കൂട്ടുത്തരവാദിത്ത പ്രതിരോധ തത്വമാണ് ഈ കരാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന് നേരെ ഉണ്ടാകുന്ന സൈനിക ആക്രമണം മറ്റ് 2 രാജ്യങ്ങൾക്കും നേർക്കുള്ള ആക്രമണമായി ഇത് കണക്കാക്കും. സൗദി പ്രതിരോധ മന്ത്രി ഖാലിദ് ബിൻ സൽമാൻ, തുർക്കി പ്രതിരോധ മന്ത്രി യഷാർ ഗുലാർ, പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖവാജ ഹാസിം എന്നിവരുടെ പങ്കാളിത്തത്തിലാണ് ഈ ചരിത്രപരമായ ധാരണാപത്രം ഒപ്പുവെക്കപ്പെട്ടത്. വെറുമൊരു രാഷ്ട്രീയ പ്രഖ്യാപനത്തിനപ്പുറം വലിയ സൈനിക സഹകരണമാണ് ഈ സഖ്യം ലക്ഷ്യമിടുന്നത്. അതിർത്തി സുരക്ഷ, സൈനിക സാങ്കേതിക വിദ്യ കൈമാറ്റം, സംയുക്ത സൈനിക അഭ്യാസങ്ങൾ, രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കുവെക്കൽ എന്നിവയാണ് കരാറിന്റെ ഭാഗമായിട്ടുള്ളത്. തുർക്കിയുടെ അത്യാധുനിക ഡ്രോൺ സാങ്കേതിക വിദ്യയും പ്രതിരോധ ഉൽപാദന ശേഷിയും, പാകിസ്ഥാന്റെ വിശാലമായ കര വ്യോമസേനകളും, സൗദി അറേബ്യയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറയും ഒന്നിക്കുമ്പോൾ ഇത് മേഖലയിലെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമായി മാറുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെ മാത്രം ആശ്രയിക്കാതെ സ്വന്തമായ പ്രാദേശിക കൂട്ടുകെട്ടുകളിലേക്ക് ഇസ്ലാമിക ലോകം ചൂടുമാറുന്നു എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണിത്. ദക്ഷിണേഷ്യൻ മേഖലയിൽ ശക്തി സന്തുലിതാവസ്ഥയിൽ ഈ സഖ്യം വലിയ മാറ്റങ്ങൾ വരുത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. പാകിസ്ഥാന് തുർക്കിയിൽ നിന്നും സൗദിയിൽ നിന്നും ലഭിക്കുന്ന ഇത്തരമൊരു പരസ്യ സൈനിക പിന്തുണ അന്താരാഷ്ട്ര തലത്തിൽ അതീവ പ്രാധാന്യത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. വരും ദിവസങ്ങളിൽ ഈ ത്രിരാഷ്ട്ര കൂട്ടുകെട്ട് ആഗോള പ്രതിരോധ രംഗത്ത് ഉണ്ടാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്.